കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. എഫേസ്യർ 6:12 വാക്യം. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഒന്നുകൂടെ വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കർത്താവിനെ താൻ അറിഞ്ഞതിന് ശേഷം ഏതാണ്ട് 30 വർഷം കഴിയുമ്പോൾ ആണ് പൗലോസ് ഈ എഫേസ്യ ലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിൽ പൗലോസ് നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് പൗലോസ് 30 വർഷക്കാലം യേശുവിനെ അറിഞ്ഞിട്ട് 30 വർഷക്കാലമായി കർത്താവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, ലേഖനങ്ങൾ എഴുതുന്നു. ആ പൗലോസ് എഴുതിയിരിക്കുകയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെ അല്ല എന്ന്. അപ്പോൾ നമുക്ക് ഒരു പോരാട്ടം ഉണ്ട് എന്ന് പൗലോസ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഒരു പോരാട്ടമുണ്ട്. പൗലോസിന് ഉൾപ്പെടെ ഒരു പോരാട്ടമുണ്ട്. പൗലോസും ആ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ പൗലോസും പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് വായിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത് ഇവിടെ ആരോടാണ് പോരാടേണ്ടത്, അതോടൊപ്പം തന്നെ ആരോടാ നമ്മൾ പോരാടരുത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16:33 വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് പറയും നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. ഈ കഷ്ടങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട് എന്ന് കർത്താവ് പറയുന്നു. എങ്കിലും ധൈര്യപ്പെടാനാണ് പറയുന്നത്. കാരണം ഈ കഷ്ടങ്ങളെ ജയിച്ച കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ധൈര്യപ്പെടാൻ പറയുന്നു. അപ്പോൾ തന്നെ പൗലോസ് 2 തിമോത്തിയോസ് 2:13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്, അതായത് ദൈവഭയത്തോടുകൂടി ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാകുമെന്ന്. അപ്പോൾ ദൈവഭയമില്ലാതെ നമ്മൾ വിചാരിക്കും ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റുള്ളവർ ചോദിക്കും, ഇവരെ ഇത്രയും വലിയ ദൈവഭയത്തിലും ദൈവവേലയൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ പറയും. എന്നാൽ പൗലോസ് എഴുതിയിരിക്കുന്നത് എന്താണ്? ക്രിസ്തുയേശുവിൽ ഭയത്തോടെ, ദൈവഭയത്തോടെ, ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് സകല ഉപദ്രവങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെ പൗലോസ് പറയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറയുന്നു. അപ്പോൾ ജഡരക്തങ്ങളോടല്ല എന്ന് പറയുമ്പോൾ ആരോടാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പിന്നെ ആരോടാണ് നമുക്ക് യുദ്ധമുള്ളത്? നമുക്കൊരു വാർഫെയർ ഉണ്ടെന്നാണ് പറയുന്നത്, നമുക്കൊരു യുദ്ധമുണ്ടെന്നാണ് പറയുന്നത്. ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര എന്ന് പറയുന്നു. അപ്പോൾ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഭരണകൂടത്തെ പറ്റിയോ ഏതെങ്കിലും അധികാരത്തെ പറ്റിയോ ഒന്നും അല്ല പറയുന്നത്. അവിടെ പറഞ്ഞ വാഴ്ചകളോടും അധികാരങ്ങളോടും എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ലോകത്തെ ഭരിക്കുന്ന കർത്താവായ യേശു തന്നെ പറയുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവനോട് എനിക്കൊരു കാര്യവുമില്ല എന്ന്. ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് 1 യോഹന്നാൻ 5:19 പറയുന്നുണ്ട്, സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന്. അപ്പോൾ ഈ ദുഷ്ടശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്, അല്ലാതെ ജഡരക്തങ്ങളോടല്ല.
മജ്ജയും മാംസമുള്ള മനുഷ്യരോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. നമ്മൾ പലപ്പോഴും അവരോട് എന്തെങ്കിലും കാര്യം മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അവരോട് യുദ്ധം ചെയ്യാറുണ്ട്, അവരോട് നമ്മൾ പകരം ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അങ്ങനെയല്ല കാണുന്നത്. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അദൃശ്യമായ ലോകത്തിൽ തിന്മയുടെ ശക്തിയും നന്മയുടെ ശക്തിയും ഉണ്ട്. ആ തിന്മയുടെ ശക്തി മറ്റുള്ളവരിൽ കൂടി മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് നമ്മളോട് അവരെ ശത്രുത മനോഭാവം കാണിക്കും. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഈ തിന്മയുടെ ശക്തികൾ അവരിൽ കൂടി പ്രവർത്തിച്ച് നമ്മൾക്കെതിരായിട്ട് അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ജഡരക്തങ്ങളോടാണ്. നമ്മൾക്കെതിരായി സംസാരിക്കുന്ന അല്ലെ പ്രവർത്തിക്കുന്ന, നമ്മൾക്കെതിരായി കാര്യങ്ങൾ ഉണ്ടാക്കുന്ന, അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന നമ്മുടെ അയൽക്കാരോടോ അല്ലെങ്കിൽ ഇല്ലോസിനോടോ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളോടോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരാണ് നമ്മളോട് നമുക്കെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവരോട് നമ്മൾ യുദ്ധം തുടങ്ങും. അന്നേരം അവരിൽ കൂടി പ്രവർത്തിക്കുന്ന ഈ ദുഷ്ടശക്തികളോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എന്നാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാഴ്ചകളോടും അധികാരങ്ങളും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട് സ്വർലോകങ്ങളുടെ ദുഷ്ടസേന എന്നൊക്കെ പറയുമ്പോൾ ഈ ദുഷ്ടശക്തികളുടെ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള വാഴ്ചകളും അധികാരങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള ശക്തികളാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ താഴോട്ട് വരുമ്പോൾ ഈ പൈശാചിക തിന്മയുടെ ശക്തികളെ ഹെൽപ്പ് ചെയ്യുന്ന തിന്മയുടെ ശക്തികൾ അതിൻ്റെ കുറഞ്ഞതായിട്ട് വരും. ചെറിയ ദൂതന്മാർ, സാത്താനും അവൻ്റെ ദൂതന്മാരും അവൻ്റെ ഹെൽപ്പേഴ്സ് അങ്ങനെ നമ്മൾക്കെതിരായി പൊരുതുന്നത് കാണാം. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജഡത്തിൽ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ജഡപ്രകാരം അവരോട് പോരാടുവാൻ നമ്മളും തുടങ്ങും. ഈ തിന്മയുടെ ശക്തി പലപ്പോഴും ദൈവത്തിനും ദൈവമക്കൾക്കും ദൈവിക പദ്ധതികൾക്കും എതിരായിട്ട് നമ്മളോട് പ്രവർത്തിക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ദൈവത്തിന് എതിരായിട്ടുള്ള ദൈവിക പരിജ്ഞാനത്തിന് എതിരായിട്ടുള്ള ചിന്തകളെ വിശ്വാസികളായ നമ്മളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. നമ്മുടെ ജഡത്തിൽ നിന്ന് നമ്മൾ യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. നമ്മളിൽ കൂടെ ഈ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കും. നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിനനുസരിച്ച് അത് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളിൽ കൂടി ദുഷ്ടശക്തികൾ പ്രവർത്തിക്കും. അപ്പോൾ തന്നെ ദൈവത്തിനും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും എതിരായിട്ട് ഈ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കും. അതിനെപ്പറ്റി പൗലോസ് തന്നെ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ദുഷ്ടശക്തികളോട് പോരാടേണ്ടത് എങ്ങനെയാണെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. പൗലോസ് അവിടെ പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ജഡത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാം ഈ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഈ ലോകത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഈ ലോകത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. എങ്കിലും ഞങ്ങൾക്കെതിരെ ഒരു പോരാട്ടം വരുമ്പോൾ ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന്, മാനുഷിക ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ചിന്തകൾക്കനുസരിച്ചുള്ള ഒരു പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നതെന്ന് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ പൗലോസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദാവീദിൻ്റെ പഴയ നിയമത്തിൽ ദാവീദിനെ നമ്മൾ നോക്കുകയാണെങ്കിലും ദാവീദ് പലപ്പോഴും ജഡപ്രകാരം പോരാടുന്നില്ല, കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് പോരാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ കർത്താവും അങ്ങനെ തന്നെയായിരുന്നു. ഇവരാരും ജഡപ്രകാരം പോരാടിയില്ല. എങ്കിലും കാരണം അവർക്കറിയാം അവരോട് യുദ്ധത്തിന് വരുന്നത് ഇത് മനുഷ്യരല്ല, മനുഷ്യരിൽ കൂടി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളാണെന്ന് ഇവർക്കെല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പലതരത്തിലെ ഈ ദുഷ്ടശക്തി, ഈ തിന്മയുടെ ശക്തി അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തി നമ്മളിൽ കൂടി മറ്റുള്ളവരിൽ പ്രവർത്തിക്കുകയും അതുപോലെ മറ്റുള്ളവരിൽ കൂടി നമ്മൾ ദൈവമക്കളാവുമ്പോൾ
നമ്മൾ ദൈവത്തിൻ്റെ എന്തെങ്കിലും വേല ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെതിരായിട്ടും എല്ലാം മറ്റുള്ളവരിൽ കൂടി ദുഷ്ടശക്തികൾ പ്രവർത്തിക്കും. പല പേരുകളിൽ ഈ പിശാചിനെ പല പേരുകൾ ദൈവവചനത്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കതറിയാം. അപവാദി എന്നുള്ള പേര്, അക്യൂസർ, മറ്റുള്ളവരെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അപവാദം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ റെവലേഷൻ 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. റെവലേഷൻ 12-ൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവരോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്: ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു അപവാദി മറ്റുള്ളവരെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിൻ്റെ പിറകിൽ നമ്മളിൽ കൂടി നമ്മൾ ആരെങ്കിലും അപവാദം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, ഈ അപവാദിയായ പിശാചാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന്. നമ്മളെപ്പറ്റി ആരെങ്കിലും അപവാദം പറയുമ്പോൾ, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ, നമ്മൾ അവരോട് യുദ്ധത്തിന് പോകാതെ, അവരോട് ശത്രുത മനോഭാവം കാണിക്കാതെ അവരിൽ കൂടി പ്രവർത്തിക്കുന്നത് ഈ അപവാദിയായ പിശാചാണെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം, നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുമെന്ന്. അപ്പോൾ മറ്റുള്ളവരിൽ കൂടി ഈ അപവാദിയായ പിശാച് നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യണം നമ്മൾ ചിന്തിക്കുന്നു. അതിനുള്ള മറുപടി നമുക്ക് അതിനുള്ള അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ എഴുതിക്കുന്ന ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ് പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്, അതായത് ഈ പഴയ പാമ്പ്, മഹാസർപ്പമായ പഴയ പാമ്പ്, അതായത് ഹൗവായെ ചതിച്ച പാമ്പ്, ഇവനാണ് അപവാദിയായിട്ട് ഇവിടെ മറ്റുള്ളവരെ പറ്റിയും നമ്മളെ പറ്റിയൊക്കെ അപവാദം പറയുമ്പോൾ അതിൻ്റെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ തന്നെ ഈ പിശാചിന് വേറൊരു പേരുണ്ട്. അതായത് വേറൊരു പേരെന്ന് പറയുന്നത് അഡ്വേഴ്സറി, എനിമി, ശത്രു. നമ്മുടെ ദൈവത്തിൻ്റെ ശത്രുവാണ് പിശാച്. അപ്പോൾ തന്നെ ഈ പിശാച് ദൈവമക്കളുടെയും ശത്രുവാണ്. വേറൊരു പേര് ദൈവദിനത്തിൽ പിശാചിന് കൊടുത്തിരിക്കുന്നത് പരീക്ഷകൻ, ടെംപ്റ്റർ. പരീക്ഷയിലേക്ക് നമുക്ക് പരീക്ഷിക്കപ്പെടുന്നു. കർത്താവ് സ്നാനം കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, പരീക്ഷകൻ അവൻ്റെ അടുത്ത് വന്ന് മരുഭൂമിയിൽ കർത്താവ് 40 ദിവസം ഉപവസിച്ചതിന് ശേഷം പരീക്ഷകൻ അവൻ്റെ അടുക്കൽ വന്നു. പരീക്ഷയിലേക്ക് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനോട് പരീക്ഷിക്കൂ. അപ്പോൾ മനുഷ്യരെ പരീക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ ഈ പിശാചിന് കഴിയും. ആദമിനെ ഹവ്വയുടെയും കാര്യം നമുക്കറിയാം. ഹവ്വയെയും പിശാച് പരീക്ഷിച്ചു. ഇത് യേശുവിനെ പരീക്ഷിച്ചതുപോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഹവ്വയോട് പറഞ്ഞു കഴിക്കരുതെന്ന് പറഞ്ഞ ആ ഫ്രൂട്ട് പഴം കാണിച്ചപ്പോൾ ഹവ്വായിക്ക് തോന്നി അത് തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യോ എന്ന് മനസ്സിലായി. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അത് പരീക്ഷയിലേക്ക് ഹവ്വായെ നടത്തി. അതുപോലെ തന്നെയാണ് യേശു വിശന്നിരിക്കുമ്പോൾ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞു. ജഡമോഹത്തെ കൊണ്ടുവന്നു. ലോകത്തെ സകല കാര്യങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന് മുഴുവനും നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന്. അത് ജീവനത്തിൻ്റെ പ്രതാപം. അതുപോലെ പറഞ്ഞു, നീ മേളിൽ നിന്ന് താഴോട്ടൊന്ന് ചാടുകാൻ പറഞ്ഞു.
ഇതെല്ലാം കൊടുത്ത് ടെംപ്റ്റ് ചെയ്തു, യേശുവിനെ ടെംപ്റ്റ് ചെയ്തു. എന്നാൽ യേശു ആ പരീക്ഷയിലെല്ലാം ജയിച്ചു. ഹവ്വായേക്കും ടെംപ്റ്റേഷൻ കൊടുത്തു, എന്നാൽ ആ പരീക്ഷയിൽ ഹവ്വ അവിടെ തോറ്റുപോയി. അപ്പോൾ നമ്മളെ പരീക്ഷയിലേക്ക് പിശാച് പ്രവർത്തിക്കുവാൻ ഒരുങ്ങിയിരിക്കും. അതുപോലെ തന്നെ പിശാചിനുള്ള വേറൊരു പേരാണ് മർഡറർ ആൻഡ് ലയർ, അതായത് കുലപാതകനും ഭോഷ്ക് പറയുന്നവനുമാണ്. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ പറയുന്ന അവൻ കുലപാതകനും അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പനുമാണെന്ന്. അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് കുലപാതകം ഒരു ഭവനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ പിശാചിന് നിഷ്പ്രയാസം സാധിക്കും. അത് കൊലപാതകത്തിലേക്ക്, നമ്മുടെ ആത്മീക മരണത്തിലേക്കും നമ്മുടെ ഭൗതിക മരണത്തിലേക്കൊക്കെ പിശാച് കൊണ്ടുപോകും. ഒരു വ്യക്തിയെ തകർത്ത് കളയും, സാമ്പത്തികമായി തകർത്ത് കളയും, ശാരീരികമായി തകർത്ത് കളയും. അതെല്ലാം ഈ പിശാചിന് കഴിയും. ആ കള്ളം അതുതന്നെയല്ല, ഭോഷ്ക് പറയുന്നവനാണ്. ഭോഷ്ക് പറയുകയും നമ്മളെക്കൊണ്ട് ഭോഷ്ക് പറയിപ്പിക്കും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ കഴിയും. അനന്യാസിനെയും സഫീറയും അവർ നിലം വിറ്റിട്ട് പത്രോസ് ശിഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ പത്രോസിന് ഇത്രയ്ക്കോ നിലം വിറ്റതെന്ന് ചോദിച്ചപ്പോൾ അനന്യാസ് പറഞ്ഞു ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് അനന്യാസിനോട് പറയുന്നുണ്ട്, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ തക്കോണം സാത്താൻ നിൻ്റെ മനസ്സിനെ മയക്കിയത് എന്ത് എന്ന്. സാത്താൻ നിൻ്റെ മനസ്സിനെ മയക്കിയെന്ന് അവിടെ പറയുന്നു. അതായത് സാത്താൻ മയക്കിയത് കൊണ്ടാണ്, സാത്താൻ അവനെ കൊണ്ട് ഭോഷ്ക് പറയിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ വെറുതെ ഇങ്ങനെ ഭോഷ്ക് പറയുമ്പോൾ നമ്മളെ അത് പറയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ സാത്താനാണ്, പിശാചാണ്. അതാണ് പത്രോസ് അവിടെ അനന്യാസിനോട് പറയുന്നത്. അപ്പോൾ തന്നെ വേറൊരു പേര് ഇതിന് പറയുന്നുണ്ട്. ആ പിശാചിനെ പറയുന്ന അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ഊടാടി സഞ്ചരിക്കുന്നു. അലറുന്ന സിംഹം, സിംഹമല്ല. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അലറുന്ന സിംഹം എന്ന പോലെ. സിംഹമല്ല, യഹൂദയിലെ സിംഹം നമ്മുടെ കർത്താവ്. എന്നാൽ നമ്മളെ പേടിപ്പെടുത്തുവാൻ വേണ്ടി അലറുന്ന സിംഹം പോലെ നമ്മുടെ മുമ്പിൽ ആ സിംഹത്തിൻ്റെ ജാട കാണിച്ചുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളെ വിഴുങ്ങുവാൻ തക്കവണ്ണം ഉള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ തന്നെ വേറൊരു പേര് എന്നുള്ളത് സർപ്പൻ, പാമ്പ്, സാത്താൻ. അത് നമുക്ക് കർത്താവ് തന്നെ അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ദുഷ്ടതയേറിയത് പാമ്പായിരുന്നുവെന്ന്, കൗശലമേറിയത് പാമ്പായിരുന്നുവെന്ന്. അതുപോലെ നമ്മൾ അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിച്ചല്ലോ, സാത്താനും പിശാചിനും എന്ന പഴയ പാമ്പ്. അങ്ങനെ പല പേരുകളിൽ ഈ ദുഷ്ടശക്തി അറിയപ്പെടുന്നു. അപ്പോൾ തന്നെ പറയുന്നു വെളിച്ചദൂതൻ, ഏഞ്ചൽ ഓഫ് ലൈറ്റ്, വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവെന്ന്. നമ്മൾ നീതിയുടെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ കൂട്ട് തന്നെ ഈ പിശാചും ശുശ്രൂഷ ചെയ്യും. അത് നമുക്കത് മനസ്സിലാകത്തില്ല. അത് ഏഞ്ചൽ ഓഫ് ലൈറ്റ്, വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. അപ്പോൾ തന്നെ പിശാചിനെ പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ദൈവമെന്ന്. ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ദൈവം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ 4-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള പ്രകാശം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശം, അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ അറിയാതെ വേണം നമ്മുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് കുരുടാക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്കിതിനെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്കൊരു പോരാട്ടമുണ്ട്. ഈ ദുഷ്ടശക്തികൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച് ഈ ദുഷ്ടപ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളിൽ മറ്റുള്ളവരിൽ കൂടി നമ്മളോട് ഇത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകും. നമ്മുടെ ജഡത്തിൽ നമുക്ക് യുദ്ധം ചെയ്യണമെന്ന് നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകും. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ ദുഷ്ടശക്തിയെ കർത്താവ് കാൽവറിയിൽ തോൽപ്പിച്ചതാണ്. നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ്, സർവശക്തനായ നമ്മുടെ ദൈവം. പിശാചെന്ന് പറയുന്നത്, പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. പിശാചിനെ കർത്താവ്
സൃഷ്ടിച്ചതല്ല. പിശാച് ആദ്യം ഒരു മാലാഖയായിരുന്നു. അനുസരണക്കേട് കാണിച്ച് അവൻ്റെ അഹങ്കാരം കൊണ്ട് അവൻ പിശാചായി തീർന്നതാണ്. അപ്പോൾ പിശാചിനെ കർത്താവ്, അവന് മനുഷ്യനെക്കാട്ട് ശക്തി ഉണ്ടെങ്കിലും ആ പിശാചിനെ തോൽപ്പിക്കുവാൻ കർത്താവ് നമുക്ക് അതോറിറ്റി തന്നിട്ടുണ്ട്, നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് അധികാരം കിട്ടിയത്? കർത്താവ് കാൽവറിയിൽ പിശാചിൻ്റെ തലയെ തകർത്തു, പിശാചിനെ അവൻ തോൽപ്പിച്ചു. കർത്താവിൻ്റെ കാൽവറി മരണത്തോടും കാൽവറി പുനരുത്ഥാനം, കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിൽ കൂടിയും പിശാചിൻ്റെ അധികാരത്തെ കർത്താവ് എന്നേക്കുമായി തോൽപ്പിച്ചു. എങ്കിലും ഈ ലോകത്തിൽ നിന്ന് പിശാചിനെ കർത്താവ് ഉന്മൂലനം ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന്. കാൽവറിയിൽ കർത്താവ് പിശാചിനെ തോൽപ്പിച്ചത്, ആ തോൽപ്പിച്ചാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നത്. കൊലോസ്യർ 1:13 പറയുന്നു, നമ്മൾ അന്ധകാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ, അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്ന്. അപ്പോൾ പിശാചിൻ്റെ തലയെ കർത്താവ് തകർത്തു. മരണത്തിൻ്റെ അധികാരിയായിരുന്നു. ഈ നമ്മളെ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ദൈവവചനം പറയുമ്പോൾ ഈ മരണത്തിലേക്ക് നമ്മളെ ആദമിനെ ഹവ്വായും കൊണ്ടുചെന്ന് വീഴ്ത്തിയത് ഈ പിശാചായിരുന്നു. അപ്പോൾ ആ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ കർത്താവ് തൻ്റെ മരണത്താൽ നീക്കി. കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തോടുകൂടി പിശാചിൻ്റെ അധികാരത്തെ കർത്താവ് മാറ്റി. നമ്മളെ ആത്മീയ മരണത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. അപ്പോൾ തന്നെ ശാരീരികമായ മരണത്തിൽ നിന്ന് നമുക്ക് ക്രിസ്തുവിലുള്ള നമുക്ക് കർത്താവിനോട് കൂടി ഒരു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കൊരു ഉയർപ്പുണ്ട്. നമുക്ക് പിന്നെ നിത്യമായി കർത്താവിനോടുകൂടെ ഒരു വാസമെല്ലാം ഒരുക്കിയത് കർത്താവിൻ്റെ കാൽവറി മരണ പുനരുത്ഥാനത്തോടു കൂടി. അങ്ങനെ സാത്താൻ്റെ തലയെ കർത്താവ് എന്നേക്കുമായി കർത്താവ് തോൽപ്പിച്ചു. അധികാരത്തെ തോൽപ്പിച്ച് അത് നമ്മുടെ കയ്യിൽ കർത്താവ് അത് ഏൽപ്പിച്ചു. കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് മരുഭൂമിയിലായിരിക്കുമ്പോഴും കർത്താവിനെ പരീക്ഷിച്ചു. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിന് പരീക്ഷയുണ്ടായി. പിശാച് കർത്താവിനെ പരീക്ഷിച്ചു. എന്നാൽ ആ പരീക്ഷയിൽ കർത്താവ് ജയിക്കുകയാണ് ചെയ്തത്. ആ പരീക്ഷയിൽ കർത്താവ് ജയിച്ചു. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ്? പിശാചിന് പലതര തന്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അത് എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 2:11 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് നമ്മളെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ സാത്താൻ, പിശാചെന്ന് പറഞ്ഞൊരു തോറ്റ ശത്രുവാണ്. ഈ കർത്താവ് പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചതാണ്. എന്നാൽ കർത്താവിന് കഷ്ടമുണ്ടായിരുന്നു, കർത്താവിന് പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ഈ ലോകത്തിൽ കഷ്ടങ്ങളും പരീക്ഷകളും എല്ലാം നമുക്കും ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 14:22 ഇങ്ങനെ പറയുന്നുണ്ട്, നാം അനേക കഷ്ടങ്ങളിൽ കൂടി കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു എന്ന് പൗലോസ് പഠിപ്പിച്ചു. അനേക കഷ്ടങ്ങളിൽ കൂടി നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ പിന്നെല്ലാം സുഖം, പിന്നെ രോഗമില്ല, ദുഃഖമില്ല, പിന്നെ കടഭാരമില്ല, പിന്നെ അങ്ങനെ സമ്പത്ത് ധാരാളം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള പഠിപ്പീലുകളൊന്നും അങ്ങനെയൊന്നും അല്ല ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. പൗലോസ് പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? നാം അനേക കഷ്ടങ്ങളിൽ കൂടി ആണ് നമ്മൾ കടന്നു പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു എന്ന്. അപ്പോൾ ഈ അനേക കഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യ ജീവിതത്തിൽ, ഈ പോരാട്ടം മാത്രമേ ഉള്ളൂ ക്രിസ്ത്യ ജീവിതത്തിലല്ല. ഇതിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ അതിൽ കൂടി വിജയം വരിച്ചവനായ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെയും വിജയത്തിലേക്ക് അവൻ നമ്മളെയും കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ നോക്കും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ജഡീകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഈ ആത്മീക ശക്തികൾ, പിശാചൊരു ആത്മാവാണല്ലോ, അതിനോട് നമ്മുടെ ജഡം കൊണ്ട് പോരാടുവാനും യുദ്ധം ചെയ്യുവാനും പറ്റുകയില്ല.
അതുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ വാർഫെയർ, ആത്മീക യുദ്ധം എന്ന് പറയുന്നത്. ആത്മാവായ പിശാചിനോട് നമ്മുടെ ജഡം കൊണ്ട് യുദ്ധം ചെയ്യുവാൻ പറ്റുകയില്ല. എന്നാൽ കർത്താവ് കാൽവറിയിൽ നമുക്ക് ജയം തന്നതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ശക്തിയാൽ നമുക്ക് ഈ പിശാചിനെ നമുക്ക് തോൽപ്പിക്കുവാൻ, നമ്മളോട് എതിരിടുന്ന ദുഷ്ടശക്തികളോടെ നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ പഴയ മനുഷ്യൻ ബാധിച്ചുകൊണ്ടിരിക്കും ജഡപ്രകാരം പോരാടുവാൻ. എന്നാൽ ഒരു അവിശ്വാസി യുദ്ധം ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ അല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ജഡപ്രകാരമല്ല പോരാടേണ്ടത്. നമ്മുടെ ഉള്ളിൽ പലതും ബാധിച്ചുകൊണ്ടിരിക്കും. പിശാച് നമ്മുടെ ഉള്ളിൽ നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നിന്നോട് ഇങ്ങനെ ചെയ്തപ്പോൾ നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, നിന്നെപ്പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കിയപ്പോൾ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണോ ചെയ്യേണ്ടത്, ഇന്നെല്ലാം നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരും. എന്നാൽ നാം നമ്മുടെ ജഡപ്രകാരം പോരാടുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ കാണുകയില്ല. എന്നാൽ കർത്താവിനോട് ചേർന്ന് കർത്താവ് എങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പൗലോസ് നമ്മുടെ വചനത്തിൽ നന്നവണ്ണം പറയുന്നുണ്ട്. അതിന് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുകയും നമ്മളോട് വാദിക്കുന്നവരോട് കർത്താവ് വാദിക്കുകയും നമ്മളോട് പോരാടുന്നവരോട് കർത്താവ് പോരാടുകയും ചെയ്യും. നമ്മൾ ദാവീദും ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെ ദാവീദിനെതിരായിട്ട് ഗോലിയാത്ത് അവിടെ നിൽക്കുമ്പോൾ ദാവീദ് യുദ്ധത്തിന് ചെന്നപ്പോൾ ദാവീദിനെ കണ്ടുകൊണ്ട് ഗോലിയാത്ത് അവിടെ പറയുന്നുണ്ട്, നീ ഒരു വടിയുമായി എൻ്റെ അടുക്കൽ യുദ്ധത്തിന് വരുവാൻ ഞാൻ എൻ്റെ നായാണോ എന്ന് ചോദിക്കുന്നു. 1 സാമുവേൽ 17-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ പറയുന്നുണ്ട്, അവിടെ ആ ഫെലിസ്ത്യ മല്ലന് ദാവീദിനോട് നീ എന്താ വടിയുമായി എൻ്റെ അടുത്ത് വരുവാൻ ഞാൻ വെറും നായാണോ? എന്നിട്ട് പറയുന്നത്, ഞാൻ ഇന്ന് നിന്നെ കൊന്ന് നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇട്ടുകൊടുക്കുമെന്ന് അവിടെ ഗോലിയാത്ത് ദാവീദിനോട് പറയുന്നു. അപ്പോൾ ദാവീദ് എന്താണ് പറഞ്ഞത്? ദാവീദ് പറയുന്നു, നീ വടിയും, അവിടെ ദാവീദ് ഇങ്ങനെ പറയുന്നു, നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു. നീ വാളും കുന്തവുമായിട്ട് എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്ക് ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കുമെന്ന് പറഞ്ഞു. ദാവീദ് പറയും, നീ എൻ്റെ കൂടെ വടിയും വാളുമായിട്ട് വരുന്നു, കുന്തവുമായിട്ട്, പക്ഷെ ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. നിന്നെ കൊന്ന് നിൻ്റെ തലയെടുത്ത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ ദാവീദ് പറയുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാൻ കഴിയും. അപ്പോൾ ദാവീദ് എങ്ങനെയാണ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്തത്? നമ്മൾക്ക് മുമ്പിൽ ഇന്ന് ആക്ഷരികമായ ഒരു യുദ്ധമല്ലായിരിക്കാം. ഇതുപോലെ ഉള്ള മല്ലന്മാർ പ്രവർത്തികൾ അദൃശ്യ ലോകത്തിൽ നിന്ന് നമുക്കെതിരായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ദൈവവേലയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരായിട്ട്, കുടുംബജീവിതത്തിനെതിരായിട്ട് എല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ദൈവിക പദ്ധതിക്കെതിരായിട്ട്, ദൈവിക പരിജ്ഞാനത്തിനെതിരായി നമ്മുടെ ഉള്ളിൽ പൊങ്ങുന്ന എല്ലാ ആർഗ്യുമെൻസും, എല്ലാ കോട്ടകളെയെല്ലാം തകർക്കുവാൻ നമുക്ക് ജഡപ്രകാരം പറ്റുകയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് തരുന്ന ശക്തിയിൽ ദൈവവചനപ്രകാരവും നാം പോരാടുമ്പോഴാണ് അതിൽ നമുക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധത്തിൻ്റെ വെപ്പൺസ് ആത്മീകമായ സ്പിരിച്വൽ വെപ്പൺസ് ആയിരിക്കണം. അത് ആത്മീകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ദുഷ്ടശക്തികളോടെ പോരാടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം പൗലോസ് പറയും നമുക്ക് പോരാട്ടം ഉണ്ട് എന്ന് പറയുന്നു. പൗലോസ് അങ്ങനെ പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും എത്രമാത്രം പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കുക, നമുക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ചിന്തകൾ,
പിശാച് കൊണ്ടുവരുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നാം അതിനോട് എങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിനെ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ നമുക്കെതിരായി മറ്റുള്ളവരിൽ കൂടി ഉണ്ടാകുമ്പോൾ നാം എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, നീ തരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ദൈവവചനത്തിൽ പറഞ്ഞിന്ന് കർത്താവ് പല ആത്മീക ആയുധങ്ങളെ പറ്റിയും നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപയോഗിച്ച് ദൈവമേ, എനിക്കെതിരായിട്ട് വരുന്ന ശത്രുവിനോട് എനിക്കൊരു യുദ്ധമുണ്ട്, ആ ശത്രുവിനോട് പോരാടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എന്തൊക്കെയാണ് ആത്മീക ആയുധങ്ങളെന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. എന്നാൽ പലപ്പോഴും അത് മനസ്സിലാക്കാതെ കർത്താവെ, ഞങ്ങളുടെ കൂട്ടുള്ള മനുഷ്യരോട് ഞങ്ങൾ യുദ്ധം ചെയ്യാറുണ്ട്, പകരം വീട്ടാറുണ്ട്, അവർക്കെതിരായി ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണെന്ന് പറയുന്നുണ്ടല്ലോ കർത്താവ്. അത് ജഡപ്രകാരമല്ല പോരാടേണ്ടത് എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. ഈ ജഡത്തിലാണ് കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത് എങ്കിലും, ഈ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എങ്കിലും, ഹല്ലേലൂയ, ഞങ്ങൾ കർത്താവ് ലോകപ്രകാരം കർത്താവിനെ അറിയാത്തവരുടെ കൂട്ടല്ല ഞങ്ങൾ ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് മൂലം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇനി ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തെല്ലാമാണെന്ന് കർത്താവെ ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ അടുത്ത ഭാഗം, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത മെസ്സേജിൽ കാണുന്നതായിരിക്കും.